ബാക്ക് ടു മൈ ചാനൽ. മാർച്ച് മാസത്തിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി വരുന്ന PSC പരീക്ഷകളിൽ ചോദിക്കാവുന്ന ഉറപ്പായ ചോദ്യങ്ങളാണ് ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ ചോദ്യം: സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത്? ഉത്തരം കൊല്ലം. സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത്? ഉത്തരം കൊല്ലം. അടുത്ത ചോദ്യം: കേരള ഫുട്ബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയായി നിയമിതനായത്? ഉത്തരം ഷാജി സി കുര്യൻ. കേരള ഫുട്ബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയായി നിയമിതനായത്? ഉത്തരം ഷാജി സി കുര്യൻ. അടുത്ത ചോദ്യം: പഞ്ചമിഷൻ എന്ന ബഹിരാകാശ സംഘടനയുടെ ഒരു സംരംഭമാണ്? ഉത്തരം നാസ. പഞ്ചമിഷൻ ഏത് ബഹിരാകാശ സംഘടനയുടെ സംരംഭമാണ്? ഉത്തരം നാസ. അടുത്ത ചോദ്യം: സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ശിക്ഷ സഞ്ജീവനി ബീമാ യോജന എന്ന അപകട ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ഉത്തരം രാജസ്ഥാൻ. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ശിക്ഷ സഞ്ജീവനി ബീമാ യോജന എന്ന അപകട ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ഉത്തരം രാജസ്ഥാൻ. അടുത്ത ചോദ്യം: സെബിയുടെ പുതിയ ചെയർമാൻ? ഉത്തരം തുഹിൻ കാന്ത പാണ്ഡെ. സെബിയുടെ പുതിയ ചെയർമാൻ? ഉത്തരം തുഹിൻ കാന്ത പാണ്ഡെ. അടുത്ത ചോദ്യം: ലോക കാലാവസ്ഥ ദിനം മാർച്ച് 23. 2025 തീം: മുന്നറിയിപ്പുകളിലെ പഴുതുകൾ അടയ്ക്കാം ഒത്തൊരുമിച്ച്. ലോക കാലാവസ്ഥ ദിനം മാർച്ച് 23, 2025. കാലാവസ്ഥ ദിനത്തിൻ്റെ തീം: മുന്നറിയിപ്പുകളിലെ പഴുതുകൾ അടയ്ക്കാം ഒത്തൊരുമിച്ച്. അടുത്ത ചോദ്യം: ബസ്സുകൾ, ചരക്ക് വാഹനങ്ങൾ എന്നിവയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാർ നടപ്പാക്കാൻ തയ്യാറെടുക്കുന്ന സംവിധാനം? ഉത്തരം അഡാസ്. ബസ്സുകൾ, ചരക്ക് വാഹനങ്ങൾ എന്നിവയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാർ നടപ്പാക്കാൻ തയ്യാറാക്കുന്ന സംവിധാനമാണ് ഉത്തരം അഡാസ്. അടുത്ത ചോദ്യം: ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം? ഉത്തരം ഹെർണി ഹട്ട്. ഇന്ത്യയിലാണ്. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ഹെർണി ഹട്ട്, ഇന്ത്യ. അടുത്ത ചോദ്യം: ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരം? ഡൽഹി. ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരം ഡൽഹി. അടുത്ത ചോദ്യം: 2025 ജലദിനത്തിൻ്റെ പ്രമേയം? ഉത്തരം ഹിമാനികളുടെ സംരക്ഷണം. 2025 ജലദിനത്തിൻ്റെ പ്രമേയം ഹിമാനികളുടെ സംരക്ഷണം. അടുത്ത ചോദ്യം: ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ചികിത്സാ സഹായം നൽകുന്നതിന് ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് ഇൻസ്പയർ പദ്ധതി. ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ചികിത്സാ സഹായം നൽകുന്നതിനായി ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് ഇൻസ്പയർ പദ്ധതി. അടുത്ത ചോദ്യം: 25,000 പഴക്കമുള്ള മാമത്തുകളുടെ ശേഷിപ്പുകൾ കണ്ടെത്തിയ രാജ്യം? ഉത്തരം ഓസ്ട്രേലിയ. 25,000 പഴക്കമുള്ള മാമത്തുകളുടെ ശേഷിപ്പുകൾ കണ്ടെത്തിയ രാജ്യം ഏത്? ഓസ്ട്രിയ. അടുത്ത ചോദ്യം: 148ാമത് ജന്മദിനം ആചരിക്കുന്ന നായർ സർവീസ് സൊസൈറ്റിയും സ്ഥാപകരും നവോത്ഥാന നായകനുമായ വ്യക്തി? ഉത്തരം മന്നത്ത് പത്മനാഭൻ. 148ാമത് ജന്മദിനം ആചരിക്കുന്ന നായർ സർവീസ് സൊസൈറ്റിയും സ്ഥാപകനും നവോത്ഥാന നായകനുമായ വ്യക്തി? മന്നത്ത് പത്മനാഭൻ. അടുത്ത ചോദ്യം: 2025 വന്യജീവിതത്തിൻ്റെ പ്രമേയം? വന്യജീവി സംരക്ഷണ ധനസഹായം, ജനങ്ങൾക്ക് ഭൂമിയുമായുള്ള നിക്ഷേപം. അതാണ് 2020 ലോക വന്യജീവി സംരക്ഷണത്തിൻ്റെ പ്രമേയം. വന്യജീവി സംരക്ഷണ ധനസഹായം, ജനങ്ങൾക്ക് ഭൂമിയുമായുള്ള നിക്ഷേപം. ലോക വന്യജീവി ദിനം മാർച്ച് 3. അടുത്ത ചോദ്യം: കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിതനായ ആദ്യ വനിത? ഉത്തരം അഞ്ജു രതി റാണ. കേന്ദ്ര നിയമ സെക്രട്ടറിയായ ആദ്യ വനിത? ഉത്തരം അഞ്ജു രതി റാണ. അടുത്ത ചോദ്യം: 2025 ഇടുക്കി ജില്ലയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യം? ഉത്തരം ഇക്സോറോ ഗാഡ്ഗിലിയാന.
2025 ഇടുക്കി ജില്ലയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യമാണ് ഇക്സോറ ഗാഡ്ഗിലിയാന. അടുത്ത ചോദ്യം, ഇന്ത്യ അടുത്തിടെ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ മിസൈൽ. ഉത്തരം ഗാഡീവ. വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്, PSC പരീക്ഷയിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യ അടുത്തിടെ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ മിസൈലിൻ്റെ പേര്. ഉത്തരം ഗാഡീവ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം സ്ഥാപിച്ചത് എവിടെ? ഉത്തരം ഗുരുഗ്രാം, ഹരിയാന. ഇന്ത്യയിലെ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം സ്ഥാപിച്ചത് ഗുരുഗ്രാം, ഹരിയാന. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ പ്രതിനിധികളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. ഉത്തരം സശക്ത് പഞ്ചായത്ത് നേത്രി അഭിയാൻ. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ പ്രതിനിധികളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സശക്ത് പഞ്ചായത്ത് നേത്രി അഭിയാൻ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. തീം ഫോർ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ് ഇക്വാലിറ്റി എംപവർമെൻറ്റ്. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ തീം ഫോർ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ് ഇക്വാലിറ്റി എംപവർമെൻറ്റ്. അടുത്തത്, KSRTCയുടെ പുതിയ ടോൾ ഫ്രീ നമ്പർ 149. KSRTCയുടെ പുതിയ ടോൾ ഫ്രീ നമ്പർ 149. കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത് തിരുവനന്തപുരം. അടുത്ത ചോദ്യം, കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സഹായങ്ങൾ നൽകാൻ കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക്, സ്നേഹിത ഹെൽപ്പ് ഡെസ്ക്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സഹായങ്ങൾ നൽകാൻ കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക്, സ്നേഹിത ഹെൽപ്പ് ഡെസ്ക്. കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കാനും വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനും ലക്ഷ്യമായിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് കുളിർമ പദ്ധതി. കെട്ടിടങ്ങളിൽ കൂൾ ഓഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച ഉള്ളിലെ ചൂട് കുറയ്ക്കാനും വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനും ലക്ഷ്യമായിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി കുളിർമ പദ്ധതി. അടുത്ത ചോദ്യം, 2025 കബഡി ലോകകപ്പ് വേദി. ഉത്തരം ഇംഗ്ലണ്ട്. 2025 കബഡി ലോകകപ്പ് വേദി. ഉത്തരം ഇംഗ്ലണ്ട്. ഇന്ത്യയിലെ ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം. ഉത്തരം കേരളം. ഇന്ത്യയിലെ ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളം. മാർച്ച് 21 വനദിനം. 2025 പ്രമേയം വനവും ഭക്ഷണവും. അടുത്തത്, 2025 നടക്കുന്ന ബീംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി ബാങ്കോക്ക്. 2025 നടക്കുന്ന ബീംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി ബാങ്കോക്ക്. മാർച്ച് മാസത്തിലെ ആനുകാലിക ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ആദ്യം മുതൽ നോക്കാം. സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലം. കേരള ഫുട്ബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയെ നിയമിതമായത് ഷാജി C. കുര്യൻ. പഞ്ചമിഷൻ ഏത് ബഹിരാകാശ സംഘടനയുടെ സംരംഭമാണ്? നാസ. സ്കൂൾ വിദ്യാർത്ഥികളായി ശിക്ഷ സഞ്ജീവനി ബീമ യോജന എന്ന അപകട ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ. സെബിയുടെ പുതിയ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. ലോക കാലാവസ്ഥ ദിനം മാർച്ച് 23. തീം മുന്നറിയിപ്പുകളുടെ പഴുതുകൾ അടിക്കാം ഒത്തൊരുമിച്ച്. അടുത്തത്, ബസ്സുകൾ, ചരക്ക് വാഹനങ്ങൾ എന്നിവയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാർ നടപ്പാക്കാൻ തയ്യാറാക്കുന്ന പദ്ധതി അഡാസ്. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ഹെർണിഹട്ട്, ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരം ഡൽഹി. 2025 ജലദിനത്തിൻ്റെ പ്രമേയം ഹിമാനികളുടെ സംരക്ഷണം. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാ സഹായം നൽകുന്നതിനു വേണ്ടി ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് ഇൻസ്പയർ പദ്ധതി. 25,000 പഴക്കമുള്ള മാമതകൾ ശേഷിപ്പുകൾ കണ്ടെത്തിയ രാജ്യം ഓസ്ട്രിയ. 148ാമത് ജന്മദിനം ആചരിച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനും നവോത്ഥാന നായകനുമായ വ്യക്തി മന്നത്ത് പത്മനാഭൻ. 2025 ലോക വന്യജീവിതത്തിൻ്റെ പ്രമേയം വന്യജീവി സംരക്ഷണം, ധനസഹായം, ജനങ്ങൾക്ക് ഭൂമിയുമായുള്ള നിക്ഷേപം. ലോക വന്യജീവി ദിനം മാർച്ച് 3. കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിതനായ ആദ്യ വനിത അഞ്ജു രതി റാണ. 2025 ഇടുക്കി ജില്ലയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യം ഇക്സോറ ഗാഡ്ഗിലിയാന. ഇന്ത്യ അടുത്തിടെ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ മിസൈൽ ഗാഡീവ. ഇന്ത്യയിലെ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം സ്ഥാപിച്ചത് ഗുരുഗ്രാം, ഹരിയാന.
അടുത്തത്, ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ പ്രതിനിധികളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി സശക്ത് പഞ്ചായത്ത് നേത്രി അഭിയാൻ. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. തീം ഫോർ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ് ഇക്വാലിറ്റി എംപവർമെന്റ്. KSRTCയുടെ പുതിയ ടോൾ ഫ്രീ നമ്പർ 149. കേരളത്തിലെ ആദ്യ ബുക്ക് വെൽഡിംഗ് മെഷീൻ സ്ഥാപിച്ചത് തിരുവനന്തപുരം. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്ന സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും സഹായങ്ങൾ നൽകും കുടുംബശ്രീ ഹെൽപ്പ് സ്നേഹിത ഹെൽപ്പ് ഡെസ്ക്. കെട്ടിടങ്ങൾ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച ഉള്ളിലെ ചൂട് കുറയ്ക്കാനും വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനും ലക്ഷ്യമാണ് കേരള സർക്കാർ പദ്ധതി കുളിർമ പദ്ധതി. 2025 കബഡി ലോകകപ്പ് വേദി ഇംഗ്ലണ്ട്. ഇന്ത്യയിലെ ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളം. മാർച്ച് 21 വനദിനം. പ്രമേയം വനവും ഭക്ഷണവും. 2025 ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി ബാങ്കോക്ക്. ഈ ചാനൽ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.